السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين وبعد. ഞാൻ മൈക്കിലേക്ക് വന്ന കാര്യമായി സംസാരിക്കാനൊന്നുമില്ല. ഇന്നലെ നമ്മുടെ സുഹൃത്ത് ഇവിടെ വന്നിരുന്നു. ക്ലാസ് റൂമിലൂടെയും അതുപോലെ നമ്മുടെ റേഡിയോ സംവിധാനങ്ങളിലൂടെയൊക്കെ നമ്മുടെ പരിപാടികൾ എപ്പോഴും കേൾക്കുകയും വീക്ഷിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഒരു ഗുണകാംക്ഷിയാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് ശക്തമായ തലവേദന, അങ്ങനെ ഇപ്പൊ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വിഷമമുള്ള ഒരവസ്ഥ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ദുആ ചെയ്യാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹബായ ഫضل കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ് ജാഹു ബർക്കത്ത് കൊണ്ടും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അവന്റെ മറ്റ് എല്ലാ അടിയാറുകളുടെയും ഹഖ് ജാഹു ബർക്കത്ത് കൊണ്ട് ആ കുട്ടിക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. സിഹത്തും ആഫിയത്തും അല്ലാഹുവിന്റെ തആത്തിലേക്ക് കൊണ്ട് ദുആയും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അതുപോലെ നമ്മുടെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ കച്ചവടം, അദ്ദേഹത്തിന് ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനം വളരെ വിജയകരമായ രീതിയിലല്ല ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ഖൈർ ഏതോ ആ ഖൈർ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകട്ടെ. ജീവിതം വിശാലമാക്കുകയും ജീവിതത്തിൽ അല്ലാഹു ഖൈറും ബർക്കത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ. യാതൊരു കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടൊന്നും പെടുത്താതിരിക്കട്ടെ. അദ്ദേഹത്തിന് കുട്ടിക്ക് സുഖമില്ല, ദുആ ചെയ്യാൻ വേണ്ടി പല പ്രാവശ്യം നമ്മോട് ആവശ്യപ്പെട്ടിരുന്നു. ആ കുട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. പിന്നെ ഒരു മിനിറ്റ്, പിന്നെ എന്താണ്, പിന്നെ ഉസ്താദെ, മകൻ മരിച്ചാൽ മകന്റെ കുട്ടിക്ക് അനന്തരാവകാശം ഉണ്ടാവും. ഈ സഹോദരൻ ഇവിടെ ഉണ്ടാവോ? അദ്ദേഹം ഈ വിഷയം ചോദിക്കാൻ വേണ്ടി ടെലിഫോൺ നമ്പറൊക്കെ ചോദിച്ചിരുന്നു, കൊടുത്തിരുന്നു. പക്ഷെ അദ്ദേഹം ഏതായാലും ശരി ഉണ്ടെങ്കിൽ ആ വിവരം അറിയിക്കണം. ഏതായാലും മകൻ മരിച്ചാല് എന്താണ്, മകൻ മരിച്ചാൽ മകന്റെ കുട്ടിക്ക് അനന്തരാവകാശം ഉണ്ടോന്ന് വെച്ചാല്, അതായത് ഈ ഉപ്പാപ്പാടെ സ്വത്തിൽ അവകാശം ഉണ്ടോന്ന് ഈ കാര്യം ചോദിക്കണത്. വല്യപ്പാന്റെ ഒരു വാപ്പ, അയാളുടെ മകൻ ഉണ്ട്. ആ മകൻ അയാൾ ഉള്ള കാലത്തിന് മരിച്ചു. പിന്നെ അയാൾക്ക് എന്തുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ഉപ്പാപ്പ മരിച്ചു. അപ്പൊ ആ ഉപ്പാപ്പാടെ സ്വത്ത് ആ പേരക്കുട്ടികൾക്ക് കിട്ടുമെന്നപ്പോ ചോദ്യം. ആ ഉപ്പാപ്പാക്ക് ആൺകുട്ടി ഉണ്ടെങ്കിൽ കിട്ടൂല, അഞ്ച് കിട്ടും. ഉപ്പാപ്പാക്ക് പെൺകുട്ടി മാത്രമേ ഉള്ളൂ നിൽക്കുക. എന്നാലെന്ത് ചെയ്യും? എന്നാൽ ആ മകന്റെ മക്കൾക്ക് സ്വത്ത് കിട്ടും. അല്ലെങ്കിൽ ഉപ്പാപ്പാക്ക് തീരെ മക്കളില്ല, എന്നാലും കിട്ടും. അതേസമയത്ത് ഉപ്പാപ്പാക്ക് ആൺകുട്ടി ഉണ്ട് നിൽക്കുക, അത് ഒന്നോ രണ്ടോ എത്ര ആയിരുന്നില്ല, ആൺകുട്ടികൾ ഉപ്പാപ്പാക്ക് ഉണ്ട് എങ്കിൽ ആ ഉപ്പാപ്പാടെ സ്വത്ത് ആ ഉപ്പാപ്പാടെ പേരമക്കൾക്ക് കിട്ടുകയില്ല. അതിന് കാരണം എന്താണ്? അതൊരാൾ മരിച്ചാൽ അയാളുടെ സ്വത്ത് ലഭിക്കുക അയാളുടെ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് സ്വത്ത് കിട്ടുക. ആ പേരമക്കളും പിന്നെ മക്കളും കൂടി ആയാൽ ഏറ്റവും അടുപ്പം മക്കൾക്കാണല്ലോ. അതുകൊണ്ട് മക്കൾക്കാണ് കിട്ടുള്ളൂ, പേരമക്കൾ കിട്ടില്ല. അതുപോലെ തന്നെ പേരമകൻ മരിച്ചു നിൽക്കുക, എന്നാലും അങ്ങനെ തന്നെയാണ്. പേരമകൻ മരിച്ചു, പേരക്കുട്ടിയെ മരിച്ചത്, ആ പേരക്കുട്ടിയുടെ സ്വത്ത് ഉപ്പാപ്പാക്ക് കിട്ടുമോ? വാപ്പണ്ടേ കിട്ടൂല. എന്താ ദീനിലെ ഉപ്പാപ്പ, നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഉപ്പാപ്പ മരിച്ചു, എന്നാൽ ആ ഉപ്പാപ്പാക്ക് സ്വന്തം മക്കളുണ്ട് എങ്കിൽ, ആൺമക്കൾ ഉണ്ടെങ്കിൽ ആ പിന്നെ പേരമക്കൾക്ക് കിട്ടൂല. നേരെ മറിച്ച് ആ ഉപ്പാപ്പാക്ക് പിന്നെ ആൺമക്കളില്ലെങ്കിലോ അപ്പോൾ പേരമക്കൾക്ക് കിട്ടും. അതേപോലെ തന്നെയാണ് പേരമക്കൾ മരിച്ചാലോ അങ്ങനെ തന്നെ. പേരമക്കൾ മരിച്ചു, ആ പേരമക്കൾക്ക് ആരില്ല, വാപ്പയില്ല, പിന്നെ ആരാളുടെ ഉപ്പാപ്പയുണ്ട്. എന്നാ ഉപ്പാപ്പാക്ക് സ്വത്ത് കിട്ടും. വാപ്പ ഉണ്ടെങ്കിലും ഉപ്പാപ്പാക്ക് സ്വത്ത് കിട്ടൂല. അവിടെ പേരമക്കളുടെയും പാപ്പാന്റെയും കൂടെ ഇടയിലും വാപ്പ വന്നു, അപ്പൊ വാപ്പാക്കെ സ്വത്തിട്ടുള്ളൂ, ഉപ്പാപ്പാക്ക് കിട്ടൂല. മറ്റോടത്ത് പേരമക്കളുടെയും ഉപ്പാപ്പാന്റെ ഇടയിൽ പിന്നെ വേറെ മക്കൾ വന്നു, ആ ഉപ്പാപ്പാന്റെ വേറെ മക്കൾ വന്നു, അപ്പൊ വേറെ കുട്ടികൾക്ക് കിട്ടില്ല. അതാണ് എന്റെ വിഷയം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ ഹജ്ജിന് പോകാനുള്ള സ്വത്ത് ഉണ്ട്, പക്ഷേ ഹജ്ജിന്റെ സമയത്ത് കയ്യിൽ പണം ഇല്ല. കടം വാങ്ങി ഹജ്ജ് ചെയ്യുന്നത് കുഴപ്പമുണ്ടാവും? കുഴപ്പമൊന്നുമില്ല. കടം വാങ്ങി ഹജ്ജ് വീട്ടാൻ മാർഗമുണ്ട്, സ്വത്വം ഒക്കെ ഉണ്ട് നിൽക്കുക. അപ്പൊ എന്ത് ചെയ്യുക, സ്വത്ത് വിറ്റിട്ട് കൊടുക്കാം. ആ രീതിയിലൊക്കെ ഹജ്ജിന് പിന്നെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇനി വേറെ ആരെയും പിന്നെ കടം വീട്ടാൻ വേണ്ടി വേറെ ആരെയും ഏൽപ്പിക്കുക, അങ്ങനെ ചെയ്യുകയോ അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ അതൊന്നും ചെയ്തില്ല നിൽക്കുക, എന്നാലും ഹജ്ജ് സഹിയാവുന്നതാണ്. എന്നാലും ഹജ്ജ് സഹിയാവും. പക്ഷെ അതിന്റെ പൂർണ്ണമായ രൂപം, ഏറ്റവും ഹജ്ജ് മഖ്ബൂലും മബ്റൂറൊക്കെ ആവാനുള്ള
ആ ഹജ്ജ് ചെയ്യുന്നതിനോട് കൂടി അവന് യാതൊരു ബാധ്യതയും പിന്നെ ഇല്ല. ആ രീതിയിൽ അവന്റെ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെട്ടിരിക്കുന്നു. മറ്റു മനുഷ്യന്മാരോടും യാതൊരു ബാധ്യതയും ഇല്ല. അവൻ അപ്പോൾ പെറ്റ ഒരു കുട്ടിയെ പോലെ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ പെറ്റ കുട്ടിക്ക് കടമുണ്ടാവുമല്ലോ. അപ്പൊ പെറ്റ കുട്ടിക്ക് കടമുണ്ടാവുമോ? ഇല്ല. ആ കുട്ടിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയോട് നിർദ്ദേശ ഒരു കാര്യം ചെയ്യാനില്ല. മനുഷ്യന്മാരോടൊന്നും ഒരു ബാധ്യതയില്ല. ആ രീതി പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവനായിരിക്കും. ആര്? ഒരു കളങ്കവും ഇല്ലാത്ത ആളായിരിക്കും അപ്പോൾ പെറ്റ കുട്ടി. അതുപോലെ ആവണമെങ്കിൽ എന്ത് വേണം? ആ ഹജ്ജാണ് കഴിയുന്നതോട് കൂടി അവൻ ഒരു മനുഷ്യനോട് ഒരു ബാധ്യത ഇല്ലാതിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനും തമ്മിലുള്ള ബാധ്യതകളൊക്കെ നിർവഹിക്കപ്പെട്ടു. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ തൗബ ചെയ്തൊക്കെ പുറത്ത് പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെടും. അപ്പൊ ആ രീതിയിലാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം. അതേസമയത്ത് ഹജ്ജ് സഹിയാണെങ്കിൽ അങ്ങനെ നിബന്ധനയില്ല. കടമുള്ളതിനോട് കൂടെ ഹജ്ജ് ചെയ്താലും സഹിഹാവുന്നതാണ്. പിന്നെന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്ലാസ്സിലുള്ള ഷജീറിന്റെ കുട്ടിക്ക് ശ്വാസതടസ്സം ഉണ്ട്. കുറച്ച് മുമ്പ് വന്ന് PM ആണ്. ഞാനിതിന് ദുആ ചെയ്തെന്ന് അറിയില്ല. ഞാനത് മായ്ച്ചു കളയാൻ മറന്നതാണെന്ന് തോന്നുന്നത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടിക്ക് പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. സ്വഹത്തും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിന്റെ ത്വാഅത്തിലായ ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നും പെടുത്താതിരിക്കട്ടെ. ആ കുട്ടിയെ നമ്മളെയും നമ്മുടെ മക്കളെയും ആരെയും നമ്മോട് ബന്ധപ്പെട്ട ആരെയും അള്ളാഹു ഒരു കഷ്ടപ്പാട്ടിലും ബുദ്ധിമുട്ടിലും ഒന്നും പെടുത്താതിരിക്കട്ടെ. അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, രണ്ട് ഖുതുബയുടെ ഇടയിൽ മഅ്മൂം ചൊല്ലേണ്ട പ്രാർത്ഥന ദുആ എന്താണ്? രണ്ട് ഖുതുബന്റെ ഇടയിലുള്ള സമയം ദുആക്ക് പ്രത്യേകമായ ഉത്തരം ലഭിക്കുന്ന സമയമാണ്. അപ്പോൾ ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയത്തിന് വേണ്ടി ദുആ ചെയ്യുക. അതന്നെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ എന്നാല് ദുനിയാവിലും ഗുണത്തിനുള്ള ദുആയായി ആഖിറത്തിലും ഗുണത്തിന് വേണ്ടി ദുആയായി നരകത്തിന് തൊട്ടുള്ള കാവൽ ചോദിക്കലുമായി. അപ്പൊ അത് അങ്ങനെ ചെല്ലാം. അതിന് പുറമെ അതുപോലെ തന്നെ അതിന് പുറമെ സ്വലാത്ത് ബഹുമാനപ്പെട്ട ഉലമാക്കൾ പെട്ട പല ആളുകൾ ആ സമയത്ത് സ്വലാത്ത് ചെല്ലുക. എന്താണ് സ്വലാത്ത് ചെല്ലിയാല്? സ്വലാത്ത് ചെല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് എന്ത് ചെയ്യും? റഹ്മത്ത് ചെയ്ത് കൊടുക്കുമല്ലോ. അല്ലേ? മൻ സല്ല അലൈഹി സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാന. അപ്പോൾ ഒരാൾ സുബ്ഹാനഹു വ തആല ഒരു സ്വലാത്ത് ചെല്ലി, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പേരിൽ 10 സ്വലാത്ത് ചെല്ലും എന്ന് പറഞ്ഞാൽ 10 റഹ്മത്ത് അവന് ചെയ്തു കൊടുക്കുന്ന. അപ്പൊ 3 സ്വലാത്ത് ചെല്ലിയാൽ അപ്പൊ 30 റഹ്മത്ത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഉത്തമ ആ സമയത്ത് റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലാണെന്ന് ബഹുമാനപ്പെട്ട ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ദുആക്ക് വളരെ ഇജാബത്തുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് ദുനിയാവിലെയും ആഖിറത്തിലെയും ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, വല്ലിമ്മ, വല്ലിപ്പാരെ, മൂത്തമ്മ ഇവരുടെ അസുഖം ശിഫയാവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ത്വാഅത്തിലായി ദീർഘായുസ്സും ആഫിയത്തോടു കൂടെ ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. പിന്നെന്താ വേറെ പറ്റിയൊന്നുമില്ല. അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. സജദയുടെ സുജൂദ് ചെയ്യുമ്പോൾ തക്ബീർ കെട്ടുകയും പിന്നെ സലാം വീട്ടുകയും വേണോ? നമ്മുടെ ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് പറയുന്നത്. തിലാവത്തിന്റെ സുജൂദ്, സജദയുടെ സുജൂദ് അല്ലട്ടോ, തിലാവത്തിന്റെ സുജൂദ്, ശുക്രിന്റെ സുജൂദ് ഇങ്ങനെയൊക്കെ ഉണ്ട്. തിലാവത്തിന്റെ സുജൂദ് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ കാണാൻ പ്രത്യേകം അടയാളം 14 സ്ഥലങ്ങളിലുണ്ട്. അത് ആ സ്ഥലം എത്തിയില്ല. ആ ആയത്ത് പൂർത്തിയായതിനു ശേഷമാണ് ആ സുജൂദിന്റെ സ്ഥലം. അങ്ങനെ ആ ആയത്ത് പൂർണ്ണമായി ഓതിക്കഴിഞ്ഞതിന് ശേഷം, എന്നുവെച്ചാൽ ആ ആയത്ത് പൂർണ്ണമായി ഓതിക്കഴിഞ്ഞതിന് മുമ്പായിട്ട് സുജൂദ് ചെയ്യാൻ പറ്റൂല എന്ന്. ആ ആയത്ത് പൂർണ്ണമായി ഓതിക്കഴിഞ്ഞതിന് ശേഷം സുജൂദ് ചെയ്യുക. ആ സുജൂദിന് മറ്റ് നിസ്കാരങ്ങൾക്കുള്ള ഷർത്തൊക്കെ അതിന് ഷർത്താണ്. എന്നുവെച്ചാൽ വലിയ ശുദ്ധിയത്തോട്ടും ചെറിയ ശുദ്ധിയത്തോട്ടൊക്കെ ശുദ്ധിയാവണം.
ആ സുജൂദ് ചെയ്യുന്ന ആളുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ ആ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തോ നജസ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നജസിനെ തൊട്ടും ശുദ്ധിയാവണം, ഖിബിലയിലേക്ക് മുന്നിടണം, ഔറത്ത് മറക്കണം. അങ്ങനെയുള്ള നിസ്കാരത്തിന്റെ ഷർത്തുകളൊക്കെ ഉണ്ടല്ലോ. നിസ്കാരത്തിന്റെ ഈ ഷർത്തുകളൊക്കെ ഈ സുജൂദിനും ഷർത്താണ്. അപ്പോൾ ഒന്നു ഉള്ളതിനോട് കൂടി ഔറത്ത് മറച്ചുകൊണ്ട് ഖിബിലയിലേക്ക് മുന്നിട്ട് ഉള്ള അവസ്ഥയിൽ എന്ത് ചെയ്യുക, അവൻ തക്ബീറത്തിലേറാൻ കിട്ടുക. തിലാവത്തിന്റെ സുജൂദ് അള്ളാഹുവിന് വേണ്ടി ഞാൻ ചെയ്യുന്നു എന്ന നിയ്യത്തോട് കൂടി തക്ബീറത്തിലേറാൻ കിട്ടുക. എന്നിട്ട് ഒരു സുജൂദ് ചെയ്യുക. ആ സുജൂദിൽ ഏത് തസ്ബീഹും ചെല്ലാം. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദി അതുവാവാം, അല്ലെങ്കിൽ സജദ വജ്ഹിഹി ലില്ലദി ഖലഖഹു വശഖ സമഅഹു വബസറഹു വതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ അതുവാവാം. ഏത് ദുആയും ആവാം. അതിനുശേഷം ഒരു സലാം വീട്ടുകയും ചെയ്യുക. എഴുന്നേറ്റിരുന്നതിന് ശേഷം ഒരു സലാം വീട്ടുകയും ചെയ്യുക. അതാണ് അതിന്റെ രൂപം. സലാം വീട്ടുകയും വേണോ. യാത്രയിലോ മറ്റോ സുജൂദ് ചെയ്യാൻ അസൗകര്യമുള്ള സമയത്ത് തിലാവത്തിന്റെ ആയത്ത് ഓതിയാൽ മറ്റു വല്ലതും ചെയ്യേണ്ടതുണ്ടോ? ബഹുമാനപ്പെട്ട ഇമാമുന നവവി റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അദ്കാറിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 4 പ്രാവശ്യം പറയുക. കുട്ടിമോൻ ഇതൊന്ന് ഈ സമയത്തെ ഒരു ഫിഖഹി ചോദ്യങ്ങൾക്ക് ഒരു മറുപടി പറയുമ്പോഴേ പറയും തൗഹീദ് നമുക്ക് പിന്നെ ഇതല്ലേ, ഓരോന്നിനും ഓരോ സമയം. എന്തൊരു കഷ്ടമാണ് അല്ലേ. ഇപ്പൊ ഒരു ഫിഖഹി സംബന്ധമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുമ്പോൾ ആളുകൾ ശ്രദ്ധ എനിക്ക് പോകണ്ടേ. അപ്പൊ അത് ഫസാദാക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇങ്ങനെ ഓരോ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ ഒരു മോശമാണ്. അപ്പോ പിന്നെ എന്താ പറഞ്ഞത്, ഡോട്ടിടൊന്നും വേണ്ട പോട്ടെ. അല്ലി അദ്ദേഹം നമ്മുടെ റൂമിൽ അങ്ങനെ അധികമൊക്കെ ഡോട്ട് ഉണ്ടാവാൻ പാടില്ല എന്ന്. കുറെയൊക്കെ അതിന് വല്ലാതെ ഇടങ്ങറാക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നല്ലാതെ. അപ്പൊ എന്താ പറഞ്ഞപ്പോ നമ്മള് പറഞ്ഞത്, അതാണ് വിഷയേ. നബിമാമിന്റെ അദ്കാറിൽ നബിമാം പറഞ്ഞിട്ടുണ്ട്, തിലാവത്തിന് സുജൂദ് ഒരാൾ കരുതിക്കുട്ടി ചെയ്യുന്നില്ല നിൽക്കുക. കരുതിക്കുട്ടി ഒരാൾ തിലാവത്തിന് സുജൂദ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാലും, അല്ലെങ്കിൽ സൗകര്യമില്ല അതുകൊണ്ട് ചെയ്യാതിരിക്കുകയാണ് എന്നാലും ഒക്കെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 4 പ്രാവശ്യം പറഞ്ഞാൽ അതിന് പകരമാവുന്നതാണ് എന്ന്. അപ്പൊ ഒരാൾ തിലാവത്തിന് സുജൂദ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചെയ്യാൻ സൗകര്യപ്പെടുന്നില്ല, അപ്പൊ അത് ചൊല്ലിയാൽ മതി. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 4 പ്രാവശ്യം. ഇമാമുന നവവി തങ്ങൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ്, നമസ്കാരം ഹറാമുള്ള സമയത്ത് തിലാവത്തിന് സുജൂദ് പറ്റൂല. നിസ്കാരം ഹറാമുള്ള ഹൈദ് കാര്യമൊക്കെ ആണല്ലേ അല്ലേ, അതാണ് പറഞ്ഞത്. അതല്ല പിന്നെ മറ്റേതോ അങ്ങനെയാണ് വിഷയം. നിസ്കാരം ഹറാമുള്ള ഹരീമിന്റെ കറാഹത്ത്, ഹറാമിന്റെ കുറ്റമുള്ള കറാഹത്താണ് ഇത്. തഹരീമിന്റെ കറാഹത്ത് എന്ന് പറഞ്ഞാല് അതായത് സുബഹിന്റെ ശേഷം അല്ലെ, സുബഹി നിസ്കാരം കഴിഞ്ഞ് വെയിലുദിക്കുന്നത് വരേക്കുമുള്ള ആ സമയം, അതുപോലെ തന്നെ അസർ നിസ്കാരം കഴിഞ്ഞു മഗ്രിബിന്റെ മുമ്പുള്ള മഗ്രിബ് വരേക്കുമുള്ള സമയം, അതുപോലെ തന്നെ സൂര്യൻ മധ്യരേഖയിലാണ് തെറ്റി ഓടുന്നത്, ബുഹറായിട്ടില്ല, അതിന്റെ മുമ്പുള്ള അല്പനേരം സമയം, ഈ ഇത്തരം സമയങ്ങളൊക്കെ നിസ്കരിക്കൽ ഹറാമാണ്. ഹറാം എന്ന് പറഞ്ഞാൽ അത് തഹരീമിന്റെ കറാഹത്താണ്, ഹറാമിന്റെ കുറ്റമുള്ള കറാഹത്താണ് എന്നർത്ഥം. അപ്പൊ ഈ സമയത്ത് തിലാവത്തിന്റെ സുജൂദ് ചെയ്യാൻ പറ്റുമോ? പറ്റും. എന്താ വിഷയം, സബബ് മുന്തിയതാണ്. ഒരു പിന്നെ സുജൂദ് ചെയ്യാനുള്ള കാരണം ആദ്യം കഴിഞ്ഞു പോവുകയാണ്. ഖുർആൻ ഓത്ത് ആ തിലാവത്തിന്റെ സുജൂദുള്ള ഭാഗം അത് ആദ്യം ഓതി കഴിഞ്ഞിട്ടുണ്ട്, അതിനുശേഷമാണ് ഈ സുജൂദ് വരുന്നത്. അപ്പൊ അങ്ങനെ സബബ് മുന്തിയതൊക്കെ ചെയ്യാന്ന, സബബ് മുന്തിയത് ചെയ്യാം. തൗഹീദ് ശരിയാവാതെ അമൽ ചെയ്യാൻ പറ്റൂല മുജുമോനെ. ഒരാൾ മുശ്രിക്കാന്നൊക്കെ മുശ്രിക്കുകളുടെ അമലൊന്നും അല്ലാഹുവിന് സ്വീകരിക്കുകയില്ല. അതാണ് തൗഹീദ് ശരിയാവാത്ത ആളുകൾക്കാണ് മുശ്രിക്കീങ്ങൾ എന്ന് പറയാം, അല്ലെങ്കിൽ കാഫിരീങ്ങൾ എന്നൊക്കെ പറയാം. അവരുടെ അമൽ സഹിയാകുകയില്ല. അവരെന്ത് താഴെ കുത്തി മരണം കാര്യമില്ല, പടച്ചവന്റെ അതിന് ആഖിറത്തിൽ കൂലിയിട്ടില്ല. തിലാവത്തിന്റെ സുജൂദ് ഒന്നാണോ രണ്ടാണോ? ഒറ്റ സുജൂദ് മാത്രമാണ് തിലാവത്തിന്റെ സുജൂദ്. അങ്ങനെയാണ്, അതാണ് ഇത്തിബാഅ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഉസ്താദെ, ലോൺ എടുത്തതിൽ നിന്നും എന്താണ് ലോണല്ലേ, ലോൺ എടുത്ത വീട്ടിൽ നിന്നും നിസ്കരിക്കാമോ? എന്താ ലോൺ എടുത്ത് വീട്ടിൽ നിസ്കരിക്കാറിനാല്
ലോൺ എടുക്കുക എന്ന് പറഞ്ഞാൽ പലതും പല രീതിയിലുള്ളത്. ലോണ് ഒരാൾക്ക് പിന്നെ ഒരു താമസിക്കാൻ അവന്റെയും അവൻ ചെലവെടുക്കൽ നിർബന്ധമായവർക്കും പാർപ്പിടം നിർബന്ധമാണ്. അയാൾക്കും അയാൾ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും താമസിക്കാനുള്ള ഒരു വീടുണ്ടാക്കൽ ഒരാളുടെ മേൽ നിർബന്ധമാണ്. അങ്ങനെയുള്ള ഒരു വീടുണ്ടാക്കാൻ യാതൊരു മാർഗവുമില്ല. അയാൾക്ക് വരുമാന മാർഗമില്ല, പറമ്പൊന്നും വിൽക്കാനില്ല, വേറെ ഒരു മാർഗവുമില്ല. കടമാണെങ്കിലോ ലോണല്ലാത്ത രീതിയിൽ കടം കിട്ടൂല അയാൾക്ക്. ഇസ്ലാമിക് ബാങ്ക് പോലെയുള്ള പിന്നെ ബാങ്കുകളെ സമീപിക്കാൻ അയാൾക്ക് നിർബന്ധമില്ല. എന്ന് വെച്ചാൽ അയാളുടെ മുമ്പിൽ വേറൊന്നും ഇതല്ലാതെ വേറൊരു മാർഗമില്ല എന്നൊക്കെ. അപ്പോൾ അയാൾക്ക് താമസിക്കാവുന്ന ഒരു വീടുണ്ടല്ലോ, അയാൾക്കും അയാൾ ചെലവിന് കൊടുക്കാൻ നിർബന്ധമായവർക്കും പിന്നെ താമസിക്കാൻ പറ്റുന്ന ഒരു വീട്, അങ്ങനത്തെ ഒരു വീട് അയാൾക്ക് പിന്നെ ഈ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് നിർമ്മിക്കാവുന്നതാണ്. വലിയ വീടൊന്നല്ല കേട്ടോ, അയാൾക്കും അയാൾ ചെലവെടുക്കാൻ നിർബന്ധമായവർക്കും ഇങ്ങനെ കഴിഞ്ഞു കൂടാൻ പറ്റുന്ന ഒരു വീട്. ആ ഒരു വീട്, അങ്ങനത്തെ ഒരു വീടുണ്ടാക്കുന്ന വിഷയത്തിൽ ഈ ബാങ്കിനെ സമീപിക്കലല്ലാതെ മറ്റൊരു മാർഗവും അവന്റെ മുമ്പിൽ ഇല്ല എങ്കിൽ, എന്ന് വെച്ചാൽ അവന് സ്വത്ത് വിൽക്കാനില്ല, കടം പലിശ ഒന്നും കൂടാതെ വേറെ ആരും കടം കൊടുക്കാനില്ല, അങ്ങനെ യാതൊരു മാർഗവും ഇല്ല എങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് എന്നാണ്. ഇനി അതൊന്നല്ലാത്തൊരാവശ്യത്തിന് വേണ്ടി ഒരാളെ എടുത്തു നിൽക്കുക, എന്നാൽ ആ വീട് അത് അതിന്റെ അകത്ത് ആ വീട് ഹറാമെന്നല്ല, അയാളെ ചെയ്ത പണി മോശമാണ് എന്ന് അത്രേ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. പിടിച്ചു പറിച്ച് വാങ്ങിയ ഭൂമി പോലെ അല്ല അത്. അത് അയാൾ തന്നെയാണ്, പക്ഷെ അത് ഉണ്ടാക്കേണ്ടുന്ന മാർഗം അയാള് നല്ല രീതിയിലായിട്ടില്ല, അത്രേ ഉള്ളൂ. അതിന്റെ അർത്ഥം അവിടെ നിസ്കരിച്ചാൽ സഹിയാവില്ല എന്നല്ല, നിസ്കരിച്ചാൽ സഹിയാവുക ചെയ്യും. പിന്നെ മാർബിൾ ലോൺ എടുത്താൽ അവിടെ നിസ്കരിച്ചാൽ സഹിയാവും, പക്ഷെ അങ്ങനെ എടുക്കാൻ പാടില്ല, ഹറാമാണ് എന്ന്. ലോൺ എടുക്കാറാണ് പലിശക്ക് ലോണ് ഹലാലായ ലോണുണ്ട്, ഹലാലായ ലോണൊക്കെ ഉണ്ട്. ഇസ്ലാമിക് ബാങ്കിൽ നിന്നൊക്കെ പൈസ ലോൺ എടുക്കുക, അതൊക്കെ ഹലാലാണ്. ഇതല്ല പലിശ, അതൊന്നും പലിശ അല്ല. പലിശ ആവുമ്പോഴാണ് വിഷയം. എന്തായി കുറ്റിമോൻ എന്തായിരുന്നു മമ്പറം തങ്ങളെ കാക്കണേന്ന് പറഞ്ഞ മമ്പറം തങ്ങളെ കാക്കണം എന്ന് പറഞ്ഞാൽ മുസ്ലിക്കാവുന്നതാണ് കുറ്റിമോന്റെ അഭിപ്രായം. മൈക്കെടുത്തിട്ട് ഒന്ന് പറഞ്ഞാൽക്കില്ല, അതുകൊണ്ട് ഓടാൻ പാടില്ല കേട്ടോ. കാര്യം ശരിക്കും പറഞ്ഞു, മമ്പറം തങ്ങളെ എന്ന് പറഞ്ഞു കാക്കണേ എന്ന് പറഞ്ഞാൽ അയാൾ മുസ്ലിക്കാവുന്നതാണ് അഭിപ്രായം. ഒരാളെന്ത് ചെയ്ത് കിണറ്റിൽ വീണ് മഞ്ചേരിയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു, അപ്പൊ ആള് മുസ്ലിക്ക? ഒരാൾ കിണറ്റിൽ വീണെന്ന് എന്റെ അപ്പൊ ആള് പറഞ്ഞു മഞ്ചേരിയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അള്ളാഹുവെ രക്ഷിക്കണേ എന്നല്ല ആള് പറഞ്ഞത്. ഈ കിണറ്റിൽ നിന്ന് കേട്ടു ആൾക്കാരെ എന്ത് ചെയ്യാണ്, മഞ്ചേരിയെ എന്നെ രക്ഷിക്കണേ എന്നാ പറഞ്ഞു. ആള് മുസ്ലിക്കാണോ മുവഹിദാണോ എന്ന്. ഇത് പ്രാർത്ഥനയാണോന്ന് എന്നത് ഇത് ഇയാള് മുസ്ലിക്കായിക്കോളെന്ന കുറ്റിവന്റെ ചോദ്യം. ഇന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞു ഒരാൾ കിണറ്റിന്ന് ആളുകളോട്. ഇയാൾ മുസ്ലിക്കാണോ അതല്ല മുവാഹിദാണോ? അവൻ മുവാഹിദാണോ? എന്തായ കാരണം? അപ്പൊ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടാൻ പറ്റുമോ? അപ്പൊ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്ന ആള് മുവാഹിദ് തന്നെയാണ്, മുസ്ലിക്കല്ലല്ലോ അല്ലേ? അപ്പൊ ആ വക പൊട്ടത്തിലേറ്റം നിൽക്കരുത് പൊന്നാരെ കുട്ടിമോനെ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. എന്റെ ഉസ്താദ് ളുഹ്ർ ബാങ്ക് 12:15 ഇവിടെ ഖുതുബ 12 മണിക്ക് തുടങ്ങുന്നു, 12:15 നിസ്കരിക്കുന്നു, അത് ശരിയാകുമോ? ഹംബലി മദ്ഹബ് പ്രകാരം, ഹംബലി മദ്ഹബ് അനുസരിച്ച് ജുമായുടെ പിന്നെ ളുഹാന്റെ സമയം ആയാൽ ജുമാന്റെയും സമയം ആകുന്നതാണ്, ജുമാ സഹിയാകുന്നതാണ്. ഖുതുബ മാത്രമല്ല, നിസ്കാരം തന്നെ സഹിയാകും. ജുമാനെ ളുഹാന്റെ സമയമായാൽ ളുഹാ സമയം മുതൽ അസർ വരേക്കുമുണ്ട് പിന്നെ ഖുതുബയുടെയും നിസ്കാരത്തിന്റെയും വഖത്ത് എന്നാണ് ഹംബലി മദ്ഹബ്. സൗദി അറേബ്യയിലൊക്കെ ഉള്ള പിന്നെ ഔദ്യോഗിക മദ്ഹബ് തന്നെ ഹംബലി മദ്ഹബാണ്. സൗദിയുടെ ഔദ്യോഗിക മദ്ഹബ് തന്നെ ഹംബലി മദ്ഹബാണ്. ചിലപ്പോൾ സൗദി അറേബ്യയിലൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഹംബലി മദ്ഹബ് പ്രകാരം അത് സഹിവുമാണ്. കാര്യകാരണ ബന്ധം ഉണ്ട് ഉസ്താദ്. കാര്യകാരണം ഉണ്ടെങ്കിൽ പിന്നെ എന്താ ശിർക്കെന്നും ഇല്ല, ഇല്ലെങ്കിൽ ശിർക്കെന്നും. കാര്യകാരണം അല്ലെങ്കിൽ തൗഹീദ്. നിങ്ങൾ ആരെ അങ്ങനെ ഏതൊരു പറഞ്ഞ നിങ്ങള് കാര്യകാരണ പിന്നെ എന്നോട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചാൽ അത് തൗഹീദാണെന്നും അല്ലെങ്കിൽ ശിർക്കാണെന്നും ആരെ പറഞ്ഞത്? അങ്ങനെ ആരെ പറഞ്ഞത്? സ്വന്തം പറ്റില്ല.
ഉമ്മ കേൾക്കും ഉത്തരം ചെയ്യും എന്ന വിശ്വാസം ഇല്ല ഉമ്മാനെ വിളിക്കുമ്പോൾ. പിന്നെന്താ ഉമ്മ കേൾക്കൂലെന്ന വിശ്വാസം? ഉമ്മ ചോറ് ചെയ്യാനും ഉമ്മ കേൾക്കൊന്നുമില്ല, ഉമ്മ ഉത്തരം ചെയ്യൂലെന്ന വിശ്വാസം? ഞങ്ങളല്ല, ഞാൻ എന്റെ മനസ്സിലേക്ക് ഉമ്മ കേൾപ്പിച്ചിട്ട് തന്നെയാണ്. എന്റെ അമ്മ കേൾക്കലും ഉണ്ട്, ഞാൻ പറഞ്ഞത് ഇങ്ങനെ വിളിക്കുമ്പോ കേൾക്കലും ഉണ്ട്. എവിടുന്ന മക്കളെ ഞങ്ങൾക്ക് ഇതൊക്കെ കിട്ടിയത്? പോട്ടല്ലേ. അപ്പോ വേറെ ഒരുപാട് PM ഉണ്ടല്ലേ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉസ്താദെ, വാഷിംഗ് മെഷീനിൽ നജസ്സുള്ള ഡ്രസ്സുകൾ അലക്കി അവസാനം ഒഴുക്കുവെള്ളം ഒഴിച്ചാലും ശരിയാവില്ല? അത് മതി. വാഷിംഗ് മെഷീനിലിട്ട് പിന്നെ കുറഞ്ഞ വെള്ളത്തിലിട്ട് അലക്കാണ്. പിന്നീട് എന്ത് ചെയ്യുക? ആ അലക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ പിന്നെ വസ്ത്രം എടുത്തുകൊണ്ട് അതിന്റെ മുകളിൽ പിന്നെ നല്ല ശുദ്ധമായ വെള്ളം കുറച്ചാണ്ട് ഒഴുക്കി കളഞ്ഞാൽ മതി. എന്നാലും ശുദ്ധിയാവുന്നതാണ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഹജ്ജ് ഉംറക്ക് ഇഹ്റാം ചെയ്താൽ ഷൂ ധരിക്കാമോ? നമ്മുടെ പിന്നെ ഇവാഹ പോലത്തെ കിതാബിലൊക്കെ കാണാം, ഒരാൾക്ക് എന്ത് ചെയ്തില്ല, ഇഹ്റാം ചെയ്ത ആൾക്ക് ഷൂ അല്ലാതെ കിട്ടിയില്ല. ഷൂ അല്ലാതെ കിട്ടിയ ചെരുപ്പ് കിട്ടിയില്ല. ആൾക്ക് ധരിക്കാൻ ചെരുപ്പില്ല. പിന്നെ ആൾക്ക് എന്ത് മാത്രമേ ഉള്ളൂ? ഷൂ ഉള്ളൂ. എന്നാൽ അതിന്റെ മുൻഭാഗം അത് മുറിക്കണം എന്ന്. ആ മുൻഭാഗം മുറിച്ചിട്ട് എന്ത് ചെയ്യുക? ഷൂവിന്റെ മോഡൽ അല്ലാതാക്കണം. അപ്പൊ ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, അതുപോലെ ആക്കണം അത് എന്ന്. അപ്പോ അതിന്റെ മുൻഭാഗം അത് മുറിക്കണം എന്ന് നമ്മുടെ ഫിഖിന്റെ കിതാബില് ഇമാം നബവി തങ്ങളുടെ ഇവാഹിലൊക്കെ അങ്ങനെ കാണാം. പിന്നെ കയ്യിൽ മുസ്ഹഫ് പിടിച്ച് സുജൂദ് ചെയ്യുമ്പോ കൈ നിലത്ത് വെക്കൽ നിർബന്ധം ഉണ്ടോ? ഉണ്ട്. സുജൂദ് സഹിയാണെങ്കിൽ 7 അവയവം നിലത്ത് വെക്കണം. 7 അവയവം നിലത്ത് വെക്കണം. 2 മുൻകൈ, പിന്നെ നെറ്റിത്തടം 2 മുൻകൈ, അതുപോലെ കാലിന്റെ 2 മുട്ട്, അതുപോലെ 2 പാദവും നിലത്ത് വെച്ച് സുജൂദിന്റെ സുജൂദ് സഹിയാവുകയുള്ളൂ. അപ്പൊ കൈയിന്റെ ആ ഉള്ളം കൈ അത് മുഴുവൻ വെക്കണമെന്നല്ല, അത് കുറച്ച് ഭാഗമെങ്കിലും നിലത്ത് തട്ടണം. തീരെ നിലത്ത് തട്ടില്ല എന്നൊക്കെ, എന്നാൽ സുജൂദ് സഹിയാവുകയില്ല. ഒരാൾ മുസാഹിഫ് മാത്രം കൈ പിടിച്ചിട്ട് കൈ നിലത്ത് വെക്കാതെ എന്നാലും സഹിയാവുകയില്ല. 7 അവയവം നിലത്ത് തട്ടണം, എന്നാലേ സുജൂദ് സഹിയാവുകയുള്ളൂ. പിന്നെ അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ തന്നെയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരേക്കും ചോദിച്ചതും പറഞ്ഞതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹുന്റെ ദീനിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ പഠിച്ച് അതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത്, ഗഫാറായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്, അവന്റെ നമ്മിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു തന്നുകൊണ്ട് പൂർണ്ണമായും അള്ളാഹു നമ്മെ ശുദ്ധീകരിക്കട്ടെ. ഒരു ദോഷവും ബാക്കിയില്ലാതെ എല്ലാം പുറത്തുകൊണ്ട് പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടതായ സ്ഥിതിയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരും നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യസന്താനങ്ങൾ, സഹോദരന്മാർ, കൂട്ടുകുടുംബങ്ങൾ, അയൽവാസികൾ, സ്നേഹിതന്മാർ, നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് നൽകിയവർ, നമ്മുടെ മേൽ ഹഖുള്ളവർ, നമ്മെ സഹായിച്ചവർ എല്ലാവരെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉൾപ്പെടുത്തി തരട്ടെ. എന്താണ് വീട് ഉണ്ടാക്കുമ്പോൾ കന്നിമൂല നോക്കൽ ഇസ്ലാം? എന്ത് കന്നിമൂലാറ് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണ് കന്നിമൂലാറ്? നിങ്ങളെ വിശദീകരിച്ചാൽ തരട്ടെ. എനിക്കറിയില്ല കന്നിമൂലിനെ കുറിച്ച്. നമ്മള് ഓതിയ കിതാബിൽ അങ്ങനെയില്ല. കന്നിമൂലാറിനാല് അങ്ങനത്തെ കിതാബ് ഞാൻ ഓതിയൊന്നും കണ്ടിട്ടില്ല. എന്താണ് ഈ കന്യമൂല എന്നുള്ളത് എനിക്കറിയില്ല. അത് വിശദീകരിച്ചെങ്കിൽ അതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്നാൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.